ഹലോ. പിന്നെ കുടിവെള്ളം കഴിഞ്ഞാണ്. അപ്പോൾ നാട്ടിലത്തെ മാതിരി നമുക്ക് കിണറ്റിൽ നിന്നൊന്നും മുക്കാൻ പറ്റില്ല. വേറെ കൈസ് മണി സ്ഥലമല്ല നമ്മളെ നാട്ടിലത്തെ മാതിരി. പിന്നെ വെള്ളം കിണറ്റിൽ നിന്ന് മുക്കാൻ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഗൾഫിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുപ്പിവെള്ളം കൊണ്ടുവരലാണ്. 20 ലിറ്ററിൻ്റെ പാത്രമാണിത്. അപ്പോൾ നമ്മൾ വെള്ളം കടയിൽ നിന്നാണ് കൊണ്ടുവരൽ. ഇത് 20 ലിറ്ററിൻ്റെ പാത്രമാണ്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇനി കാലി ബോട്ടിൽ കൊടുക്കണം. ഇത് 20 ലിറ്ററിൻ്റെ പാത്രമാണ്. പിന്നെ അത് എത്ര വേണമെങ്കിൽ കുപ്പി കിട്ടും. ഒന്നായിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, 10 15 20 ഒന്നായിട്ട് ഒരു ബോട്ടിൽ ഒന്നായിട്ടുണ്ട് ഇറക്കും. വലിയ വണ്ടിക്ക് ഇറക്കിയിട്ട് കുടിക്കും. നമ്മൾ ചെറുകടക്കാരൊക്കെ എന്ത് ചെയ്യും, 2 ബോട്ടിൽ 3 ബോട്ടിലൊക്കെ ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്നുകൊണ്ട് വെക്കും. പിന്നെ കയ്യിനനുസരിച്ച് വാങ്ങി കൊണ്ടുവന്നാൽ മതി. ഇവിടെ അടുത്ത് തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ കാലി ബോട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ കാലി ബോട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് 20 ലിറ്ററിൻ്റെ കന്നാസാണ് നമുക്ക് കിട്ടുക. അത് ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ കിട്ടും. ഒരു ബോട്ടിൽ 20 ലിറ്ററിൻ്റെ ബോട്ടിൽ അങ്ങനെ അനുസരിച്ച് നമ്മൾ കുടിക്കും. ഈ ഭാഗത്തേക്ക് നമുക്ക് കടയിൽ കൂടി പോകണം. ഇവിടെ പ്രാവിനൊക്കെ തിന്നാട്ട് കൊടുക്കും. അത് നമ്മളെ വെള്ളക്കുപ്പിയൊക്കെ എന്താണ് നൂറ് മസ്ജിദ് എന്ന് പറയും. ആ നൂറ് മസ്ജിദിക്ക് സാത്തേ ദുഃഖാൻ